കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. ഇതിലൂടെ ഞാൻ യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മളുടെ ആൻഡ്രോയിഡ് ഫോണിന്റെ ബാറ്ററി ചാർജ് കുറച്ചേറെ നേരം നിലനിർത്താനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കേഷനുകൾ നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ചെയ്യേണ്ടത് ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലെത്തുക. ഇവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബിൽഡ് നമ്പറിൽ നിങ്ങൾ 7 ടൈംസ് ക്ലിക്ക് ചെയ്ത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഡെവലപ്പർ ഓപ്ഷൻസ് എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ എബൌട്ട് ഫോൺ എന്ന് പറയുന്ന ഈ സെറ്റിംഗ്സിന് തൊട്ട് മുകളിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ നമുക്ക് ലഭിക്കും. നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനായിട്ട് ഏറ്റവും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ട് ഉണ്ടായിരിക്കുക. നമുക്കത് മാറ്റി നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ 1, 2, 3, 4 അങ്ങനെ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സമയത്ത് എത്ര ആപ്ലിക്കേഷൻ ആണ് വർക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിവിടെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾ 1, 2, 3 നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ ഒരു കാര്യം നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫോൺ ഓഫ് ആക്കുമ്പോഴും ഓൺ ആക്കുമ്പോഴും നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ട്യൂൺ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഡയൽ പാഡ് ട്യൂൺ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. വൈബ്രേഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. മിക്ക ആളുകളും അവരുടെ ഫോൺ ലോക്ക് ചെയ്യുമ്പോഴും അൺലോക്ക് ചെയ്യുമ്പോഴും ലോക്ക് ട്യൂൺ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യും. ഇത് ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ഫോണിലെ സെറ്റിംഗ്സിൽ സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എത്തണം. ഇവിടെ നിങ്ങൾക്ക് വൈബ്രേഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യണം. വൈബ്രേഷൻ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം താഴേക്ക് വരുന്ന സമയത്ത് അതർ സൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡയൽ പാഡ് ട്യൂൺ ഉണ്ട്, സ്ക്രീൻ ലോക്കിംഗ് സൗണ്ട് ഉണ്ട്, ടച്ച് സൗണ്ട് ഉണ്ട്, വൈബ്രേഷൻ ഓൺ ടാപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള കുറേ ഓപ്ഷനുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഡിസേബിൾ ചെയ്യണം. ഡിസേബിൾ ചെയ്യുക എന്നുള്ളത് ഇത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ചാർജ് കുറച്ച് നേരം കൂടെ കൂടുതൽ നിലനിർത്താനായിട്ട് സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, നമ്മൾ ഫോണിൽ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ഇതിൽ പല ആപ്ലിക്കേഷനുകൾ നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോണിന്റെ ഡേറ്റ യൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ആപ്ലിക്കേഷനുകൾ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കുമ്പോൾ ഫോണിന്റെ ബാറ്ററിയും പെട്ടെന്ന് തീരുന്നു. ഞാൻ ഈ പറഞ്ഞു പോകുന്ന സെറ്റിംഗ്സ് നിങ്ങളുടെ ഫോണിൽ ഒന്ന് ചെയ്ത് നോക്കുക. അതിലൂടെ നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി കൂടുതൽ നേരം നിലനിർത്താനും മൊബൈൽ ഡേറ്റ യൂസേജ് കുറയ്ക്കാനും സാധിക്കും. അതിനായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഡേറ്റ യൂസേജ് ഓപ്പൺ ചെയ്യുക. ഡേറ്റ യൂസേജിൽ നമുക്ക് ഒരുപാട് ഓപ്ഷനുകൾ ലഭിക്കും. സെല്ലുലാർ ഡേറ്റ, വൈഫൈ ഡേറ്റ, അങ്ങനെ 2-3 ഓപ്ഷനുകളുണ്ട്. ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഈ ഫോണിൽ വൈഫൈ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈഫൈ ഡേറ്റ എന്നുള്ളത് ഞാൻ ഓപ്പൺ ആക്കിയാണ്. ഇവിടെ നമ്മളുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷനുകളും എത്ര ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാൻ സാധിക്കും. ഇവിടെ നമുക്ക് ഡേറ്റ് വൈസ് ഇവിടെ നോക്കാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിന്റെ ഡേറ്റ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വോൾട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ആക്കി നിങ്ങളെ കാണിച്ചു തരാം. വോൾട്ട് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. എനേബിൾ യൂസേജ് ഓഫ് സെല്ലുലാർ ഡേറ്റ ഇൻ ബാക്ക്ഗ്രൗണ്ട്. അതായത് നമ്മുടെ ഫോണിന്റെ സെല്ലുലാർ ഡേറ്റ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഡിസേബിൾ ചെയ്യുക. ഇത് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നമ്മൾ ഓപ്പൺ ആക്കാത്ത സമയങ്ങളിൽ ഒന്നും തന്നെ ഈ ആപ്ലിക്കേഷൻ നമ്മളുടെ മൊബൈൽ ഡേറ്റ ഉപയോഗിക്കത്തില്ല. അപ്പോൾ വേണ്ടാത്ത ആപ്ലിക്കേഷനിൽ ഈ ഓപ്ഷൻ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ മൊബൈൽ ഡേറ്റയും മൊബൈൽ ബാറ്ററി ചാർജ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ബാറ്ററി പെട്ടെന്ന് തീരുന്ന മറ്റൊരു കാരണമാണ് ഓട്ടോ അപ്ഡേറ്റ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്യാറുള്ളവരാണ്. നമ്മൾ പ്ലേ സ്റ്റോർ ആപ്ലിക്കേഷനിൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഓട്ടോ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് ആപ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ എല്ലാ ആപ്ലിക്കേഷനുകളും ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകാൻ തുടങ്ങും. അങ്ങനെ അപ്ഡേറ്റ് ആവുന്നതിലൂടെ നമ്മുടെ ഫോണിന്റെ മെമ്മറി പെട്ടെന്ന് തീരും, ആവശ്യത്തിലധികം ഡേറ്റ യൂസേജ് ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ ബാറ്ററി ചാർജും പെട്ടെന്ന് തീരും. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം അപ്ഡേറ്റ് ചെയ്യുക. ഫോണിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ബ്ലോട്ട്വെയർ ആപ്ലിക്കേഷനുകളൊന്നും തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷനുകൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ ഫോണിന്റെ മെമ്മറി സ്പേസും കുറയും, ഞാൻ ഈ പറഞ്ഞതുപോലെ ഡേറ്റയും നഷ്ടപ്പെടും. അതുകൊണ്ട് ആവശ്യമുള്ള ആപ്ലിക്കേഷനുകൾ മാത്രം നിങ്ങൾ
അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക. അല്ലാത്ത ആപ്ലിക്കേഷനുകൾ ഓട്ടോ അപ്ഡേറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓട്ടോ അപ്ഡേറ്റ് എനേബിൾ ആണെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. നമ്മുടെ ഫോണിന്റെ ബാറ്ററി ഡ്രെയിൻ ചെയ്യിപ്പിക്കുന്ന മറ്റൊരു സെറ്റിംഗ്സ് ആണ് ലൊക്കേഷൻ. ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ വരുന്ന മിക്ക ആപ്ലിക്കേഷനും ഇത് തന്നെയാണ് അവസ്ഥ. ലൊക്കേഷൻ പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പ്രോപ്പറായിട്ട് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലൊക്കേഷൻ ചില ആപ്ലിക്കേഷനുകൾ എനേബിളും ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ലൊക്കേഷൻ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളുടെ മൊബൈൽ. അങ്ങനെ സെർച്ച് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മൊബൈൽ ഡേറ്റ യൂസ് ചെയ്യപ്പെടും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ മൊബൈലിന്റെ ബാറ്ററിയും കൂടുതൽ ഉപയോഗിക്കും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോണിൽ ലൊക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിയുമ്പോൾ അത് ഡിസേബിൾ ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതിലൂടെ നമ്മുടെ ഫോണിന്റെ ഡേറ്റ യൂസേജും ബാറ്ററിയും നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും.